സിന്ധു. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിശാലയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ നല്ല സന്തോഷകരമായിട്ട് കുടുംബജീവിതം നയിച്ചു വന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാ ദിവസവും കോവിലിൽ ചെന്ന് പ്രാർത്ഥിച്ച് എല്ലാ ദൈവങ്ങൾക്കും പൂവും കൊണ്ടുവച്ച് വിശ്വസിച്ച് ജീവിച്ചിരുന്ന വന്ന എനിക്ക് പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ എല്ലാ ക്ഷേത്രത്തിലും പോറ്റിമാരടുത്തും എല്ലാം ഞാൻ ചെന്ന് ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് എൻ്റെ മോന് സമയം നല്ലതല്ല, അതുകൊണ്ട് 2 വർഷത്തേക്ക് നല്ലതല്ല എന്ന് പറഞ്ഞു നിന്നു. അവൻ എന്നെ വെറുത്ത് എൻ്റെ വീട് വിട്ട് മാറി നിൽക്കുകയായിരുന്നു. എവിടെയാണെന്നോ എന്തെന്നോ ഒരു അറിവുമില്ലായിരുന്നു. ഞാൻ എല്ലാവരടുത്തും ചോദിക്കുമ്പോഴേ അവർ പറഞ്ഞു ഞങ്ങളെ കൊണ്ടൊന്നും സഹായിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ കോവിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഒരു കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ വിചാരിച്ചു ഇതെനിക്കെന്തിനാ പള്ളിയിലെ പത്രം. ഞാൻ നിസ്സാരമായിട്ട് അതിനെ ബാഗിനകത്ത് ചുരുട്ടി വെച്ചു. വൈകുന്നേരം ഭർത്താവ് ഡ്യൂട്ടിക്ക് പോയപ്പോൾ ഈ പത്രത്തിലാണ് ഞാൻ കാപ്പി പൊതിഞ്ഞ് കൊടുത്ത് വിട്ടത്. രാത്രി 7:30 മണിക്ക് ഞാൻ ഡൈനിങ് ടേബിളിൽ വന്ന് നോക്കി ഈ പത്രത്തിൽ ചെറിയ ചെറിയ ഫോട്ടോകൾ കാണുന്നു. ഞാൻ വിചാരിച്ചു ഇതെന്തോ പ്രത്യേകതയുണ്ട് ഈ പത്രത്തിന് എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഭർത്താവിനെ വിളിച്ച് പറയുന്നു, ആ പത്രത്തിന് എന്തോ പ്രത്യേകതയുണ്ട്, അതിൽ വെച്ച് ആഹാരം കഴിക്കരുത്, ആ പത്രം എനിക്ക് തിരിച്ചു കൊണ്ട് തരണേന്ന്. ആ പത്രം ഞാൻ സുരക്ഷിതമായിട്ട് ഇന്നും സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന് പിന്നെയും ഞാൻ ഒരു പ്രസ്സിലാണ് ജോലിക്ക് പോണത്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ആൻറ്റി അവിടെ എന്നും ബൈബിളുമായിട്ട് പണി ചെയ്യാൻ വരുമായിരുന്നു. ആ ആൻറ്റി എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞായിരുന്നു, കൃപാസനത്തിനെ പറ്റി പറഞ്ഞ് എനിക്കവിടുത്തെ പത്രവും നേർച്ച വസ്തുവായി ഉപ്പും എൻ്റെ കയ്യിൽ തന്നു, വിശ്വാസ പ്രമാണം എൻ്റെ കയ്യിൽ തന്നു. അന്ന് ഞാൻ വിചാരിച്ചു വിശ്വാസ പ്രമാണം ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ മരണം വരെ ഞാൻ നിത്യതയിൽ ജീവിച്ചു കൊള്ളാം, ഇതുവഴി എനിക്ക് എല്ലാം മാനസാന്തരപ്പെടുകയാണെങ്കിൽ മരണം വരെ ഞാൻ നിത്യതയെ ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ ഈ വിശ്വാസ പ്രമാണം ഓപ്പൺ ചെയ്ത് രാവിലെയും വൈകുന്നേരവും 7 പ്രാവശ്യം നല്ല ശക്തിയായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ എന്നും കോവിലിലും പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കോവിലിൽ പൂവുമായിട്ട് പോയപ്പോൾ കോവിൻ്റെ കൊടിമരത്തിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ ഒരു കടൽ, ഒരു പള്ളി, ഒരു അമ്മ കുഞ്ഞിനെയും വെച്ച് ചേർത്ത് നിന്ന് എൻ്റെ ക്ഷേത്രത്തിൻ്റെ വാതിലങ്ങ് അടച്ചു. ഞാൻ വിചാരിച്ചു ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് തിരിച്ച് അപ്പുറത്തെ സൈഡിൽ ചെന്നപ്പോൾ ആ അമ്മ കുഞ്ഞിനെ ചേർത്ത് വച്ചിരിക്കുന്നു. 3-ാമത്തെ വാതിൻ്റെ അവിടെ ചെന്നപ്പോൾ ഇത് തന്നെ ഞാൻ കരഞ്ഞും കൊണ്ട് ആ പൂവും കൊണ്ട് ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു. എന്നിട്ട് ഞാൻ പിറ്റേന്ന് നേരം വെളുത്ത് എല്ലാവരുടെ ഞാൻ വിളിച്ച് പറയണം, ആൻറ്റി ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ട്, എന്താണ് ഞാൻ പോകുന്ന ക്ഷേത്രത്തിൻ്റെ വാതിലുകളെല്ലാം അടയണുണ്ടെന്ന്. ആൻറ്റി പറഞ്ഞ് നീ ആദ്യം കൃപാസനത്തിൽ പോകണം, നീ ഉടമ്പടി എടുക്കണം. ഞാൻ അങ്ങനെ ഈ കൃപാസനത്തിൽ വന്ന് അന്ന് ഇവിടുത്തെ തിരക്കും ബഹളവും എല്ലാം കൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റാതെ ഞാൻ തിരിച്ചു പോയി. അങ്ങനെ ഞാൻ 2024 മാർച്ച് 3-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ വരണമെന്ന് പറഞ്ഞ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതിൻ്റെ അന്ന് എൻ്റെ മകൻ എന്നെ ഫോൺ ചെയ്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാനിതോ അവിടെ തൂണിൻ്റെ മൂട്ടി ഇരുന്നപ്പോഴാണ് അച്ഛൻ ഇവിടെ ഇരുന്ന് അഖിലിൻ്റെ ഒരു സാക്ഷ്യം പറയണം ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ കുളിര് കൊണ്ട് കോരി ഒരു മുല്ലപ്പൂവിൻ്റെ വാസന എന്നെ വന്ന് ചുറ്റി. ഞാൻ അവിടെ ഇരുന്ന് എല്ലാവരുടെ ചോദിച്ച് എന്താണ് ഒരു മണം വരണത്. അവർ പറഞ്ഞ മാതാവ് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഞാനിവിടെ നിന്ന് പോയി വീട്ടിൽ ചെന്ന് ഈ ഉടമ്പടി എല്ലാം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2ൻ്റെ അന്ന് എൻ്റെ എൻ്റെ വീട്ടിൽ വരികയും ചെയ്ത് അവ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. 4 മാസം കൊണ്ട് ഞങ്ങൾ എവിടെയാണെന്ന് എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഒരു ഫോൺ പോലും വിളിക്കൂലായിരുന്നു. രണ്ടാമത് എനിക്ക് കിട്ടിയത് 9 വർഷം കൊണ്ട് ഞാൻ നടന്നു പോയ വഴിക്ക് എൻ്റെ കാലിൻ്റെ പാത ഒന്ന് തെന്നി 2 ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ മൊണ്ടിയാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. എൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ അടിയിൽ കൂടെ ഒരു എല്ല് വന്ന് കുത്തി ചെരുപ്പിൽ കുത്തുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താലേ അത് മാറുകയുള്ളതെന്ന് പറഞ്ഞു. ഞാനിവിടുത്തെ അച്ഛൻ്റെ ധ്യാനം എല്ലാ ദിവസവും കാണുമായിരുന്നു. ഒരു ദിവസം ഞാൻ ധ്യാനം കൂടിക്കൊണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞ് കർത്താവിൻ്റെ പാദത്തിൽ ആണിയടിച്ചതുപോലെ ഒരു വ്യക്തിയുടെ കാലിൽ ഇങ്ങനെ ആണിയടിച്ചിരുന്ന അവർക്ക് ഇന്ന് തൊട്ട് 7 ദിവസത്തിനകം സുഖമാവുന്നു. അതുപോലെ എൻ്റെ കാല് നല്ല ശക്തിയായിട്ട് സുഖമായി എനിക്കിന്ന് ഓടാൻ ചാടാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അടുത്ത 8 വർഷമായി ഞാനൊരു വീട് വെച്ചിട്ട് ആ വീടിൻ്റെ പുറത്തോടെ ഒരു ലൈൻ കമ്പി പോയിരിക്കുകയായിരുന്നു. അപ്പുറത്തെ വീട്ടുകാരടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട് അവർ ഒരു കാരണവശാലും അവർ മാറ്റി തരൂല. നമ്മൾ പൈസ കൊടുത്ത് മാറ്റാൻ വേണ്ടി നോക്കി, ആൾ സ്വാധീനം വെച്ച് മാറ്റാൻ നോക്കി, ഒരു വിധത്തിലും നടക്കണില്ല. പക്ഷേ ഇവിടെ വന്ന് ഞാൻ നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും രാവിലെ വൈകുന്നേരം ഇടവിട്ട ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ഭയങ്കര കാറ്റും മഴയത്ത് ഈ ലൈൻ കമ്പി എൻ്റെ വർക്ക് ഏരിയയിലെ ഷീറ്റിൻ്റെ പുറത്തൂടെ വന്ന് വീണ്. പക്ഷേ അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. പക്ഷേ വിശ്വാസ പ്രമാണം അതിശക്തിയായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് രാത്രി 11:30 മണിയായപ്പോൾ ആ പയ്യൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി ആ ലൈൻ കമ്പി മാറ്റിക്കോ, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ലൈൻ കമ്പി മാറ്റി.
1-2 വർഷം കൊണ്ട് എനിക്ക് അമിതമായിട്ട് തലക്കറക്കമായിരുന്നു. ആ തലക്കറക്കം വന്നാൽ ഞാൻ 3-4 ദിവസം എണീക്കൂലായിരുന്നു. പല ഡോക്ടർമാരെ കാണിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പോഴെല്ലാവരും പറയും 21 ദിവസം ആകുമ്പോൾ ഞാൻ കയ്യിലെ നൂല് മാറ്റി കെട്ടുമായിരുന്നു, സമയം കൊള്ളൂല എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഈ നൂലഴിച്ചതിന് ശേഷം ഇന്ന് 9 മാസം കൊണ്ട് എനിക്ക് തലക്കറക്കമോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം നിയോഗമായിട്ട് എഴുതിയത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായി എന്നെ ഉയർത്തണമെന്നാണെന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഓരോ ആവശ്യമൊന്നുമല്ല, 100 ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 3 നിയോഗം എഴുതിയിട്ട് ഞാൻ മറ്റുള്ളവർക്ക് എഴുതാൻ തുടങ്ങി. എൻ്റെ കൂട്ടുകാരിയുടെ മോന് എന്നും ശ്വാസം മുട്ടലായിരുന്നു. ഒരു നിയോഗം ഞാൻ അവന് വേണ്ടി വെച്ചു, അത് മാറിക്കിട്ടി. പിന്നെ എൻ്റെ അനിയത്തിക്ക് യൂട്രസിൽ 3 മുഴയുണ്ടെന്ന് പറഞ്ഞു, അത് ചെറിയൊരു DNC കൂടെ എനിക്ക് മാറിക്കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് 43 വർഷം കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലായിരുന്നു. ഈ ഉടമ്പടി എടുത്തിട്ട് ഈ 9 മാസം കൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും മാറ്റിക്കിട്ടി. പിന്നെ ഈ വിശ്വാസ പ്രമാണം ഞാൻ എന്ന് ചൊല്ലാൻ തുടങ്ങിയോ അന്ന് തൊട്ട് ഞാൻ ഊണിലും ഉറക്കത്തിലും രാത്രി ഉണർന്നാലും എപ്പോഴും എൻ്റെ വായിൽ ഈ വിശ്വാസ പ്രമാണം മാത്രമേ ഉള്ളൂ. ബസ്സിലിരുന്നാലും ഞാൻ പുറത്ത് ജോലിക്ക് പോയെടുത്തായാലും വഴിയിൽ വച്ചായാലും എല്ലാ പേരെടുത്തും ഞാൻ മാതാവിനെ പറ്റി പറയണ വാക്കുകൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ വിശ്വാസ പ്രമാണം എൻ്റെ കൈ കിട്ടിയ അന്ന് തൊട്ട് ഞാൻ ജോലിക്ക് പോകുമ്പോഴെല്ലാം ഒരു പൊതി ആഹാരമായിട്ടാണ് പോകുന്നത്. അത് ഇന്നലെ വരെ നടന്നുകൊണ്ടിരിക്കുന്നു, അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെ എല്ലാ മാസവും ഈ 9 മാസവും ഞാൻ തുടർച്ച കൊണ്ട് വന്ന് എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ പത്രം വാങ്ങിച്ച് കൊടുക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് വലുതായിട്ട് ഡ്രസ്സുകളോ അങ്ങനെ ആഡംബരമോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് ഒരെണ്ണം കിട്ടിയാൽ ഞാൻ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ എനിക്ക് 5 എണ്ണം തിരിച്ച് കിട്ടും. അത് ഞാൻ മറ്റുള്ളവർക്ക് എന്ത് സാധനമായാലും എന്ത് വിലപ്പെട്ട സാധനമായാലും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ അത് ചെയ്യാൻ തയ്യാറായി. മുമ്പ് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. 1 രൂപ കിട്ടിയാൽ 2 രൂപയായിട്ട് കൊണ്ടുവയ്ക്കാൻ നോക്കിക്കൊണ്ടിരുന്ന ഞാനാണ് ഇപ്പം മറ്റുള്ളവരെ സഹായിക്കണം തോന്നി. 27 വർഷം കൊണ്ട് ഞാനൊരു പ്രസ്സിൽ ജോലിക്ക് ചെയ്യുകയാണ്. 7250 രൂപയാണ് എൻ്റെ ശമ്പളം. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ആ 250 രൂപ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ 250 മാറ്റിയാൽ പോരില്ല, എനിക്ക് 8000 രൂപ ശമ്പളം കിട്ടിയ 1000 രൂപ ആയിട്ട് എനിക്ക് മറ്റുള്ളവർക്ക് മാറ്റാമെന്ന്. ഈ ഓണമായപ്പോൾ എനിക്കത് 1000 രൂപയായിട്ട് മാറ്റി കിട്ടി. ഞാൻ 1000 രൂപ അവിടെ മാറ്റിയപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ മാസം തോറും 10000 രൂപ എൻ്റെ മാനേജർ ഇടാൻ തുടങ്ങി. ദൈവത്തിനും ഈശോയ്ക്കും 1000 നന്ദി. മരണം വരെ നിത്യതയെ തന്നെ ജീവിക്കും. പിന്നെ ഞാൻ മാത്രമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇപ്പം മോളായാലും ഭർത്താവായാലും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയിൽ ഉൾപ്പെടണമുണ്ട്. പിന്നെ രാവിലെ 4:30-ക്കും 3 മണിക്ക് ഉറക്കണീറ്റ് ബൈബിള് വായിച്ചിട്ടല്ലാതെ ഒരു പണിയും തുടങ്ങൂല. ജപമാല എന്നും കയ്യിൽ പിടിച്ച് വിശ്വാസത്തിൽ തന്നെ ജീവിക്കും. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായത്തിൽ 65-ാം തിരുവചനം അരുളി ചെയ്യുന്നു. അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈശോയെ അന്വേഷിച്ച് വരണമെങ്കിൽ അത് ഈശോ ക്ഷണിക്കണം. പരിശുദ്ധ അമ്മ ക്ഷണിക്കാതെ ആർക്കും ഈ ആലയത്തിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല. അനുഭവ സാക്ഷ്യങ്ങളിലൂടെ അത് വളരെ വ്യക്തമാണ്. അമ്മയുടെ ക്ഷണക്കത്താണ് കൃപാസന പത്രം. അമ്മ നമ്മെ വിളിക്കുന്ന കൈയാണത്. അതാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ പ്രസംഗത്തിലൂടെയൊക്കെ നമ്മോട് പറയുക. അപ്പോൾ ഈ കൃപാസന പത്രം ആദ്യം എന്താണ് ഈ മകൾ ചെയ്തത്? പിന്നീട് ആ പത്രത്തിലൂടെ എത്രമാത്രം ആത്മാക്കളെ ഇന്ന് ഈ മകള് ഈശോയ്ക്ക് വേണ്ടിയിട്ട് നേടിയെടുക്കുന്നു. അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ളതാണ് കൃപാസന പത്രം. അതിലൂടെയാണ് തൻ്റെ ജീവിതത്തിൽ വെളിച്ചമുണ്ടായത്. താൻ ഇന്ന് മറ്റുള്ളവർക്ക് ആ വെളിച്ചം പകർന്നു കൊടുക്കുന്നു. വരം ലഭിച്ചാലല്ലാതെ ആർക്കും തൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കില്ല എന്ന് ഈശോ പറയുന്നുണ്ട് തിരുവചനത്തിൽ. ഈ വരം ലഭിക്കുന്നത് ഇന്ന വ്യക്തികൾക്കെന്നില്ല. ആര് ദൈവത്തെ തേടുന്ന വ്യക്തികളാകുന്നുവോ അവർക്ക് വരം ലഭിക്കും. അവർ കർത്താവിനെ കണ്ടിരിക്കും. പിന്നീട് അങ്ങോട്ടും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ദൈവം അവരുടെ കൂടെ നടക്കുന്ന ദൈവിക അനുഭവങ്ങൾ മാത്രമാണ്. ഇവിടെ എല്ലാം വ്യക്തമായിട്ട് ഈ മകള് പങ്കുവെച്ചു. തനിക്ക് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ ദൈവാനുഭവങ്ങൾ ഉണ്ടായത്. ഈ അമ്മയെ വിട്ടുപിരിഞ്ഞ് ഇനി ഞാൻ പോകില്ല, ഇവിടെ തന്നെ എൻ്റെ നിത്യത വരെ ഞാൻ ഇവിടെ തുടരും. ഇങ്ങനെയൊക്കെ വന്ന് സിന്ധു പറയണമെങ്കിൽ സിന്ധുവിൻ്റെ ജീവിതം
എങ്ങനെയൊക്കെയാണ് കൃപകൾ കൊണ്ട് നിറഞ്ഞത്. ഒത്തിരിയേറെ സൗഖ്യാനുഭവങ്ങൾ, അതുപോലെ തങ്ങൾക്ക് നടക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ നടന്നത്, ഇതെല്ലാം ഈ മകൾ പറയുന്നുണ്ട്. എന്നാൽ അതിനിടയിലും ഒരു കാര്യം പറഞ്ഞു, എനിക്കിനി ഒത്തിരിയേറെ നിയോഗങ്ങളൊന്നും വെക്കുന്നില്ല, ഞാൻ വെച്ചില്ല. ഞാൻ പിന്നീട് മറ്റുള്ളവരെക്കുറിച്ചുള്ളൊരു കരുതലാണ് എനിക്കുണ്ടായത്. അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ നിയോഗങ്ങൾ വയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ആത്മീയമായ സമ്പത്ത് ഇന്ന് ഈ മകൾക്ക് ഉയർന്നു. ഭൗതികമായ നേട്ടങ്ങൾ ഒത്തിരിയുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ആത്മീയമായ സമ്പത്ത് ഉയർന്നു. താൻ വന്നു നിൽക്കുന്ന ഇടം പവിത്രമാണ്, പരിശുദ്ധമാണ്, അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടമാണ് എന്നുള്ള ബോധ്യങ്ങൾ, അതാണ് ഇന്ന് സാക്ഷ്യം പറയുന്ന ഓരോ മക്കൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കരങ്ങളടിച്ച് ദൈവം ഈ കുടുംബത്തിന് ചെയ്ത എല്ലാ കൃപകൾക്കും ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.